ഹായ് ഓൾ, പരിപ്പും മത്തങ്ങയും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് കപ്പ് പരിപ്പ് വേണം. നമുക്കിതിൽ തൂവരപ്പരിപ്പോ അതല്ലെങ്കിൽ ഇതിൽ കാണുന്നത് പോലെ നമുക്ക് ചുവന്ന ഇനത്തിൽപ്പെട്ട മസൂർ ഡാളോ ഉപയോഗിക്കാം. പിന്നീട് പരിപ്പിലേക്ക് 1/2 കിലോ അളവിൽ മത്തങ്ങ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞു ചേർക്കുക. ഇവിടെ നാടൻ ഇനത്തിൽപ്പെട്ട പച്ചത്തോലുള്ള മത്തങ്ങ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത്തരം മത്തങ്ങയ്ക്ക് പൊടിനൂറ് അല്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടെക്സ്ചറും രുചിയും ലഭിക്കും. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. മറിച്ച് കളറുള്ള കാശ്മീരി മുളക് പൊടി ചേർത്താൽ കറിയുടെ മഞ്ഞ നിറത്തിനെ അത് ബാധിക്കാൻ ഇടയുണ്ട്. എരിവിനനുസൃതമായി 2 മുതൽ 3 വരെ പച്ചമുളക് വേണം. പച്ചമുളക് നെടുകെ പിളർന്ന് വേണം കറിയിലേക്ക് ഇടാൻ. ശേഷം വേകുവാൻ ആവശ്യമായ വെള്ളം ചേർക്കണം. ഇവിടെ സാധാരണ തണുത്ത വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തതിന് ശേഷം കുക്കർ നന്നായി ഒന്ന് ചുറ്റിക്കണം. ചേരുവകളെല്ലാം വെള്ളത്തിൽ നന്നായി യോജിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കുക. വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ചേർക്കണം. പിന്നീട് അതിലേക്ക് 2 മുതൽ 3 വരെ കുഞ്ഞുള്ളി, ഒരല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണെങ്കിൽ 2 or 3 ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. അതിലേക്ക് 1/4 കപ്പ് തണുത്ത വെള്ളം കൂടി ചേർത്ത് നന്നായി മഷി രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നീട് വേവിക്കുവാൻ വെച്ച കുക്കറിൻ്റെ പ്രഷർ നന്നായി മാറിയെന്ന് ഉറപ്പ് വരുമ്പോൾ കുക്കർ തുറന്ന് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടി നന്നായി ഒന്ന് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച അരപ്പ് ചേർക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സി കഴുകിയ വെള്ളത്തിൻ്റെ അരപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് കറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമായ രീതിയിലാണോ തിക്നെസ് എന്ന് നോക്കുക. നമ്മളിവിടെ ഒരു ഒഴിച്ചുകറിയായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമെന്ന് തോന്നിയാൽ ഈ ഒരു സമയത്ത് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് സ്റ്റൗ കത്തിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. പിന്നീട് ഉപ്പിൻ്റെ അളവ് നോക്കി ആവശ്യമെങ്കിൽ ഇപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ച് നന്നായി ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നീട് കറിയിലേക്ക് വറവിടുന്നതിനായിട്ട് ചെറിയ അടികട്ടിയുള്ള ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ, ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ കറക്റ്റ് രുചിയും മണവും ലഭിക്കുവാൻ വെളിച്ചെണ്ണ സഹായിക്കും. വെളിച്ചെണ്ണ നന്നായി ഉരുകി ചൂടായി വരുമ്പോൾ അതിലേക്ക് പിന്നീട് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ശേഷം അതിലേക്ക് 2 or 3 വറ്റൽമുളക് കൂടി ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കണം. പിന്നീട് ഈ 3 ചേരുവകളും കൂടി നന്നായി ഒന്ന് എണ്ണയിൽ ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക. ചേരുവകളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചിരകിയ നാളികേരം ചേർക്കണം.
ഇനി ഈ ചേരുവകളെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ശ്രദ്ധിക്കണം, ഫ്ലെയിം വളരെ ചെറുതായി വേണം വയ്ക്കാൻ. അതിനുശേഷം തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ എണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ കറിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള മണവും രുചിയും ലഭിക്കും. എരിശ്ശേരിക്ക് വേണ്ടി തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ ഒരു വറവ് തയ്യാറാക്കേണ്ടത്. ശേഷം തേങ്ങയുടെ ഈ ഒരു മിക്സ് ചെറുതായി ഒന്ന് തിളപ്പിക്കുവാൻ വെച്ചാൽ നമ്മുടെ മത്തങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ശ്രദ്ധിക്കുക, നന്നായി തിക്കായി പോകുന്നത് വരെ കറി തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒന്ന് തണുക്കുമ്പോൾ ഇതിൻ്റെ തിക്നെസ് ഒന്നുകൂടെ കൂടുന്നതാണ്. പിന്നീട് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത്തരം നാടൻ റെസിപ്പികൾക്കായി കൂടെ കൂടുക.